ജനപിന്തുണയിൽ LDF MLA-മാർ മുന്നിൽ. സർവേ ഫലം പുറത്ത്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് LDF MLA-മാർക്ക് ശക്തമായ ജനപിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കി പുതിയ സർവേ ഫലങ്ങൾ. ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഒരു ഏജൻസി നടത്തിയ സർവേയാണ് ജനപിന്തുണയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർ മുന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. LDF മുന്നണിയിലെ MLA-മാരെല്ലാം അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രീതി നിലനിർത്തുന്നതായി കാണുന്നു. ഇത് UDF കേന്ദ്രങ്ങളെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളും പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഈ ജനപ്രീതിയുടെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയിൽ നാളെയും K സുധാകരൻ MP പങ്കെടുത്തേക്കില്ല. ഇന്നലെ കണ്ണൂരിലെ പര്യടനത്തിലും സുധാകരൻ പങ്കെടുത്തിരുന്നില്ല. നാളെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, പാനൂർ, മട്ടന്നൂർ, പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. കാസർഗോഡ് ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവഗണിച്ചതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ ആന്റോ ആന്റണി MPയെ ചോദ്യം ചെയ്യാൻ SIT നീക്കം. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ആന്റോ ആന്റണി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പോറ്റിയുമായി ആന്റോ ആന്റണിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് SITക്ക് വിവരം ലഭിച്ചതായാണ് സൂചന. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി സൂചന. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നായിരുന്നു സൂചന. അതേസമയം കേസിൽ SITക്ക് മുൻപിൽ അദ്ദേഹം ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ മൊഴി. ലൈംഗിക കുറ്റവാളി ജെഫ്രിൻ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈ ലാമയുടെ പേര് പരാമർശിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടിനെതിരെ നിഷേധക്കുറിപ്പുമായി ദലൈ ലാമയുടെ ഓഫീസ്. ലോകമെമ്പാടും ചർച്ചയാവുന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ 169 പ്രാവശ്യം ദലൈ ലാമയുടെ പേര് പരാമർശിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട രേഖകളിലാണ് ഇതുള്ളത്. അതേസമയം പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും ജെഫ്രി എപ്സ്റ്റീനെ ഒരിക്കലും ദലൈ ലാമ നേരിൽ കണ്ടിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കർണാടകയിൽ സ്വകാര്യ പരിശീലന വിമാനം തകർന്നു വീണു. റെഡ് ബേർഡ് ഏവിയേഷന്റെ വിമാനമാണ് വിജയപുര ജില്ലയിലെ മംഗലാപുരം ഗ്രാമത്തിൽ തകർന്നു വീണത്. എഞ്ചിൻ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. വിമാനത്തിലുണ്ടായിരുന്ന ക്യാപ്റ്റനും പൈലറ്റിനും സംഭവത്തിൽ പരിക്കേറ്റു. LDF സർക്കാർ സംസ്ഥാനത്ത് മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യത നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. അവസാന രൂപവും ഭാവവും സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ എങ്ങനെ ഉരുത്തിരിയുന്നു എന്നതിനെപ്പറ്റി പൂർണ്ണരൂപം ലഭിക്കുകയുള്ളൂ. LDF സർക്കാരിന്റെ പ്രവർത്തനത്തിൽ താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മാട്രിമോണിയൽ ആപ്പിലൂടെ പരിചയപ്പെട്ട യുവതിയുടെ കെണിയിൽപ്പെട്ട് കേന്ദ്ര ജീവനക്കാരന് നഷ്ടമായത് 22 ലക്ഷം രൂപ. യുവാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിവാഹാലോചനയുമായി അടുപ്പം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുത്ത ശേഷം ബിറ്റ്കോയിനിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപിച്ചാൽ വലിയ ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയുടെ GDP നിർണയം ശരിയല്ലെന്നും അതിൽ മാറ്റം വേണമെന്നും RSS മേധാവി മോഹൻ ഭാഗവത്. വിൽക്കലും വാങ്ങലും പോലെ പ്രത്യക്ഷത്തിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ GDP വളർച്ച നിർണ്ണയിക്കാൻ കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ GDP വളർച്ചാ നിരക്കിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നറിയില്ല. GDP നിർണയം അപ്പോൾ ശരിയല്ല. അത് നമ്മൾ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നെൽ കർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് നിർത്തണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെല്ലുൽപാദനം കൂടുന്നത് നാടിനാകെ ബാധ്യതയെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര നയം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിലോയ്ക്ക് 6.31 രൂപ കർഷകർക്ക് അധികമായി സംസ്ഥാന സർക്കാർ നൽകുന്നതിൽ കേന്ദ്രത്തിന് എന്തിനാണ് അസ്വസ്ഥതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.